എപ്പോക്സി റെസിൻ വെച്ചിട്ടൊരു കീ ചെയിനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് റെസിനും, ഇത് ഫോർച്യൂൺ കെമിയുടെ റെസിനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാർഡ്നറും വരും. ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്, എ ആൻഡ് ബി. ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് 3:1 റേഷ്യോയിലാണ്. 1 പാർട്ട് ഹാർഡ്നറും 3 പാർട്സ് റെസിനുമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിനുള്ള ക്യാപ്പ്. ഇതിലോട്ട് ഞാൻ ആദ്യം റെസിൻ ഒരു 15 ml എടുക്കാൻ പോവാണ്. എടുത്തു. ഇതാണ് 15 ml റെസിൻ. ഇനി അതിലേക്ക് ഞാൻ ഹാർഡ്നർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. 3:1 ആയതുകൊണ്ട് ഹാർഡ്നർ 1 പാർട്ടാണ്. അതിനായിട്ട് ഞാൻ 5 ml ആണ് എടുക്കുന്നത്. ഇനി ഇത് ഞാനൊരു മിക്സിംഗ് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിനകത്തൊരു എയർ ബബിൾസ് കൂടെ വരാൻ പാടില്ല. അതുകൊണ്ട് എയർ ബബിൾസ് എല്ലാം പോകുന്ന വരെ നല്ലോണം മിക്സ് ചെയ്യണം. ഒരു 2 to 5 minutes നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ഒരു സിലിക്കോൺ മോൾഡാണ്. ഇതിലോട്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിപ്പോൾ കീ ചെയിന് വേണ്ടിയിട്ട് ഞാൻ ഈ മോൾഡാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. സോ അതിലോട്ട് ഞാൻ ഈ റെസിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതങ്ങ് കുത്തിയാൽ മതി, അതങ്ങ് പൊക്കോളും. ഈ റെസിനിലോട്ട് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇറ്റ്സി ബിറ്റ്സി എന്ന് വാങ്ങിച്ച കുറച്ച് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് ഞാനൊരു 3 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ 3 എണ്ണം ഓരോന്നും ഞാൻ ജസ്റ്റ് ഓരോ ലെയറായിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. ആദ്യത്തെ പീസ് ഫസ്റ്റ് ഏറ്റവും മുകളിൽ വെക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എവിടെയാണോ വരേണ്ടത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെക്കൻഡ് കളറ് അത് ഞാൻ ഒരു ഇച്ചിരി സെൻട്രലായിട്ട് വയ്ക്കാൻ പോകണം. ഇനി ലാസ്റ്റ് ഫ്ലവർ. ഇതിൻ്റെ അകത്തൊരു മുത്തും വരുന്നുണ്ട്. ഓക്കെ, ഫ്ലവേഴ്സ് എല്ലാം വെച്ച് കഴിഞ്ഞു. അഗെയിൻ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സിൽവർ ഗ്ലിറ്റർ ഇടാൻ പോവാണ്, ജസ്റ്റ് ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനൊരു നെയിൽ ഗ്ലിറ്ററാണ് യൂസ് ചെയ്തത്. അത് ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു ഇച്ചിരി അതിനകത്തോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ടോപ്പിലായിട്ട്. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ വീണ്ടും റെസിൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലെയറിങ്. അപ്പോൾ ഇത് ആ ടോപ്പ് മോൾഡിൻ്റെ ടോപ്പ് വരെയും ഈ റെസിൻ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു 24 hours വെക്കണം. 24 hours വേണം റെസിൻ കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 24 hours കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് ഡീമോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ആ അറ്റത്തെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫ്ലവേഴ്സായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റത്തെല്ലാം ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്മൂത്ത് ആക്കുവാണ് അവിടെ. എന്നിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതിങ്ങനെ പുറത്ത് വരും. ഇങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് കീ ചെയിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു മോൾഡാണിത്. മോൾഡ് ഉപയോഗിച്ച് കീ ചെയിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കീ റിങ്ങും അതിനുള്ള ജംപ് റിങ്ങും കിട്ടും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
ഇതിനി ജംപ് റിങ്ങും കീ റിങ്ങും ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് എല്ലാം ചെയ്തു. കീ ചെയിൻ ലുക്കുമായി. ഇതാണ് ഫൈനൽ ലുക്ക്.